നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് കുറച്ചൊരു ബ്രേക്ക് വന്നു കേട്ടോ, ഒന്ന് വയ്യാണ്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ആയിപ്പോയി. ഇപ്പോൾ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ബ്രഷസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഓണമൊക്കെ വരികയാണ്, ഓണം ലുക്കൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഈ ടൂൾസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോഴാണ് ഓർത്തെ, നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട്, കാണിക്കാറുണ്ട്. പക്ഷേ ടൂൾസിനെ പറ്റിയിട്ട് അധികം പറയാറില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടും വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ബേസിക്കായിട്ട് വേണ്ടുന്ന കുറച്ച് മേക്കപ്പ് ബ്രഷസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേ ഞാൻ കുറേ ബ്രഷസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കേട്ടോ സെലക്ട് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കുറച്ച് മോശമായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇനി ഈ മേക്കപ്പ് ബ്രഷസിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും കാണാറുള്ള ചില ഡൗട്ട്സ് ഉണ്ട്. അതായത് ഞാനൊരു ബിഗിനറാണ്, അപ്പോൾ ഞാൻ ഏത് ബ്രഷാണ് വാങ്ങേണ്ടത്, എത്ര ബ്രഷസ് വാങ്ങണം, അതുപോലെ ഈ മേക്കപ്പ് ബ്രഷസ് എത്ര നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ മേക്കപ്പ് ബ്രഷസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക യൂസേജ് പോലെ ഇരിക്കും കേട്ടോ. നിങ്ങളിപ്പോൾ ഡെയിലി മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ നിങ്ങളിതൊക്കെ ഡെയിലി യൂസ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും വല്ലപ്പോഴും ഒരു ഫംഗ്ഷന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളുടെ ടൂൾസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ബ്രഷിൻ്റെ ക്വാളിറ്റി അതൊക്കെ നിങ്ങളതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്കൊരിക്കലും അത് ഇത്ര നാൾ എന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന ഒരു കാര്യം റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് സ്പഞ്ച് ആണെങ്കിലും എന്ത് ടൂൾസ് ആണെങ്കിലും, ഇപ്പോൾ ബ്രഷ് ആണെങ്കിലും ഒക്കെ റെഗുലറായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ നമ്മുടെ ഒരു സാധനം അത് മോശമാകുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പോൾ മാറ്റുക. ബിഗിനറാണ്, എന്ത് ടൈപ്പ് ബ്രഷാണ് വാങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ മേക്കപ്പിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, മേക്കപ്പ് ചെയ്ത് പഠിക്കണം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബ്രഷ് കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു സെറ്റായിട്ട് തന്നെ വാങ്ങണം. ഓക്കെ, അപ്പോൾ അതിൽ ഫേസ് മേക്കപ്പും ഐ മേക്കപ്പിനൊക്കെ ഉള്ള പല പല ബ്രഷസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു സെറ്റായിട്ട് തന്നെ വാങ്ങണം. എന്നാൽ ഒരുപാട് കാശ് കൊടുത്ത് ആദ്യമേ ഒരു ബിഗിനർ ഒരിക്കലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സെറ്റായിട്ട് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഉള്ള എൻ്റെ 2-3 ഓപ്ഷൻസിൽ ഒന്നെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ബ്രഷ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് വന്നിട്ട് ഫൊക്യുല എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം ആയിട്ടുണ്ടാവും ഞാൻ ഈ ബ്രഷ് വാങ്ങിയിട്ട്. ഓക്കെ, ഇതിൻ്റെ 10 ആണോ 12 ബ്രഷിൻ്റെ സെറ്റാണോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. ഒരു പൗച്ചിലൊക്കെയാണ് വരുന്നത്. ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രഷാണ്. പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. നല്ല ക്വാളിറ്റിയുള്ള ഇതിപ്പോൾ ഫേസ് മേക്കപ്പിനുള്ളതാണ്. ഇത് ഐ മേക്കപ്പിന് വരുന്ന ബ്രഷാണ്. ഓക്കെ, കണ്ടോ, ഐ മേക്കപ്പിന് വരുന്ന ബ്രഷാണ് ഇതൊക്കെ. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ട്, അതുപോലെ ഫ്ലഫി ബ്രഷസ് ഉണ്ട്. ഇതൊരു പൗഡർ ബ്രഷാണ്. ഓക്കെ, നമുക്ക് പൗഡർ പ്രോഡക്ട്സ്, ബ്ലഷ് അതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയൊരു ബ്രഷാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഓപ്ഷനാണ്. ഇത് ഞാൻ എൻ്റെ ടോപ്പ് ഫേവറേറ്റ് എന്നുള്ള ആ ഒരു ഓർഡറിലൊന്നും അല്ല പറയുന്നത്. ഓക്കെ, റാൻഡമായിട്ട് പറയുന്നതാണ്. ഇത് ഒരു സെറ്റ് എനിക്ക് ഇഷ്ടമായ ഒരു ബ്രാൻഡാണ്. ഇനി അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമായ ഒരു ബ്രാൻഡാണ് ഈ മാർസിൻ്റെ ബ്രഷസ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിലൊക്കെ. ഇത് വന്നിട്ട് നമുക്കൊരു 6 ബ്രഷിൻ്റെ സെറ്റാണ് കിട്ടുന്നത്. ഒരു 3 ഫേസ് മേക്കപ്പിനുള്ള ബേസ് മേക്കപ്പിനുള്ളതും പിന്നെ 3 ഐ മേക്കപ്പിനുള്ള, അങ്ങനെ ഒരു 6 ബ്രഷാണ് കിട്ടുന്നത്. മറ്റേത് കുറച്ചുകൂടി കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 10-12 പീസ് ഉണ്ട്.
അപ്പോൾ ഇതിങ്ങനെയാണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് രണ്ടും ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ പ്രൈസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇത് ഒരു ഫ്ലാറ്റ് ടോപ്പ് ബ്രഷാണ്. ഇനി മേക്കപ്പ് ബ്രഷസ് ഏതൊക്കെ എന്തിന് യൂസ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയണോ? വീഡിയോ ലെങ്തി ആയി പോവും. ഇതുപോലെ ഫ്ലാറ്റ് ടോപ്പായിട്ട് വരുന്ന ബ്രഷാണ് നമ്മൾ ഫൗണ്ടേഷന് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള ബ്രഷസ്, ഇതുപോലെയൊക്കെ ഫ്ലഫി ആയിട്ട് വരുന്ന ബ്രഷസ്, റൗണ്ട് ടോപ്പായിട്ട് വരുന്ന ബ്രഷസ് ഒക്കെയാണ് നമ്മൾ പൗഡർ ലൈക്ക് എന്താ പറയുക, ബ്ലഷ് അതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റൊരു സെറ്റ് എനിക്ക് പറയാനുള്ളത് ഈ റിയൽ ടെക്നിക്സിൻ്റെ ഒരു ബ്രഷ് സെറ്റാണ്. റിയൽ ടെക്നിക്സ് ആസ് എ ബ്രാൻഡ് അറിയാം, കുറച്ചൊരു ഹൈ എൻഡ് ബ്രാൻഡാണ്. പക്ഷെ ഇത് ഞാൻ വാങ്ങുന്നത് നല്ല ഓഫറിലാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത്. ഓക്കെ, ഇതൊരു ഐ ബ്രഷാണ് കേട്ടോ, ഐഷാഡോ ബ്രഷാണ്. അങ്ങനെ ഒരു 4 ബ്രഷിൻ്റെ ഒരു സെറ്റാണ്. പക്ഷേ ബ്രാൻഡ് മാറുന്നതനുസരിച്ച് ക്വാളിറ്റിയിലും നമുക്കത് ആ ഒരു ഫീൽ ചെയ്യും കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഓഫറിൽ കിട്ടിയപ്പോൾ ഞാൻ ചാടിക്കയറി വാങ്ങിയതാണ്. ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കുക. അല്ലെങ്കിൽ ഇവരുടെ സിംഗിളായിട്ട് ബ്രഷസ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അപ്പോൾ ഇതും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രഷ് സെറ്റാണ്. ഓക്കെ, അവിടെ മേക്കപ്പ് ചെയ്യുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റായിട്ടുള്ള ബ്രഷിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സിംഗിൾ പീസായിട്ട് വാങ്ങാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാങ്ങുന്നത് നല്ല ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിയാൽ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാക്കിൻ്റെത് വാങ്ങാം കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിച്ച മാർസിൻ്റെ ഒക്കെ അതുപോലെ റിയൽ ടെക്നിക്സിൻ്റെ ബ്രഷൊക്കെ സിംഗിളായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പാക്കിൻ്റെ ആണ്. പാക്കിൻ്റെ ഇതൊരു ഫൗണ്ടേഷൻ ബ്രഷാണ്. ഞാൻ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ടോപ്പ് ആയിട്ടുള്ള ബ്രഷാണ്. അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസായിട്ട് അവൈലബിൾ ആണ്. ഇവരുടെ തന്നെ ഐ മേക്കപ്പിനുള്ള ബ്രഷസും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷാണ്. നമുക്ക് ഭയങ്കര എന്താ പറയുക, വർക്ക് ചെയ്യാൻ നല്ല ഈസിയാണ്. ഓക്കെ, ബ്രഷിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂടുന്തോറും നമുക്ക് പ്രോഡക്ട്സ് ബ്ലെൻഡ് ചെയ്യാനും അത് വർക്ക് ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, നമ്മുടെ ജോലി കുറയും. അപ്പോൾ അതുപോലെ ആ ഒരു ഫിനിഷും ആ ഒരു ഫൈനൽ റിസൾട്ടിലും ആ ഒരു ഇത് നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. ഒരു ബ്രാൻഡാണ്, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, കുറച്ചുകൂടി ഈ പാക്കിനൊക്കെക്കാളും കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് വരുന്ന ഒരു ബ്രാൻഡാണ് കളർബാറിൻ്റെ ഇങ്ങനത്തെ ഇത് പൗഡർ ബ്രഷാണ്. അപ്പോൾ ഇവരുടെ ബ്രഷ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷാണ്. സിംഗിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആയാലും ഓൺലൈനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വാങ്ങാൻ പറ്റുന്നതിൻ്റെ ലിങ്ക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെയും കുറേ ഉണ്ട് കേട്ടോ ഇനിയും. ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് അല്ലാണ്ടൊക്കെ വാങ്ങിയതാണ്. ഓക്കെ, ഞാൻ ഇപ്പോഴാണത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഞാൻ വിചാരിച്ച എല്ലാം ഓൺലൈനായിട്ട് വാങ്ങിയതാണെന്ന്. അല്ലാണ്ടുള്ളതും ദുബായിലൊക്കെ വെച്ചിട്ട് വാങ്ങിയതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ളതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക്സ് എല്ലാം ഞാൻ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.